ഹലോ ഗൈസ്, നല്ല ചൂട് ദോശയും അതിൻ്റെ കൂടെ ഒരു സാമ്പാറും. നല്ല ചൂട് ദോശത്തെ ബേബി കൊണ്ടു തന്നുകൊണ്ടിരിക്കുക. ബോബി ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ബോബിയെ കാണാതെ വേണം എനിക്ക് തിരുനെല്ലി പോകാൻ. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഒരു ആൺമയിൽ തീറ്റ തേടിക്കൊണ്ടിരിക്കുക. ഈ വനത്തിന് തൊട്ടപ്പുറത്തൊരു ഗ്രാമമുണ്ട്. അവിടുന്ന് ജോലിക്ക് വരുന്നൊരു മുത്തശ്ശനാട്ടോ. ഓടക്കുഴൽ പോലത്തെ ഒരു മരം കണ്ടോ, ഒരുപാട് പൊത്തുകളൊക്കെ ഉണ്ട്, അതിലൊരുപാട് ജീവനുകളും. ഇന്ന് ജൂൺ 5, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അറിയാവുന്ന ആൾക്കാരും പിന്നെ ഫോളോവേഴ്സൊക്കെ വന്നിട്ട് പായസം കുടിച്ചായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായി എടുത്തു വെച്ച കുറച്ച് വീഡിയോസുകളാണ്. എൻ്റെ വീഡിയോ കണ്ട് ആലപ്പുഴയിൽ നിന്നും വന്ന ഒരു ബ്രോയും കൂടി ആട്ടോ ഇത്. ഇതൊക്കെ ബോബി കുട്ടിക്കുള്ളതാണേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ അത് കാറിലേക്ക് കയറി തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മുടെ നാട്ടിലെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ അവരോട് ബൈയൊക്കെ പറഞ്ഞ് നേരെ മമ്മൂനെയും കൂട്ടി നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടാ കുറച്ച് തൈകൾ വാങ്ങാനാട്ടോ പോയത്. തൈകളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. എല്ലാ സ്കൂളുകളിലും തൈകളൊക്കെ നടിയിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ബോബീനെ കൊണ്ട് ഒരു തൈ നടിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തൈ വാങ്ങിയത് തന്നെ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ബോബിക്കുട്ടി വീട്ടിലില്ല. അച്ചാച്ചൻ്റെ കൂടെ ആട് മേയ്ക്കാൻ പോയിരിക്കുക. അവളെ കൂട്ടാൻ വേണ്ടി ഞാനിതാ നേരെ പോയി നോക്കുമ്പോൾ മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്ന ബോബി. അവളെയും കൂട്ടി നേരെ വീട്ടിലേക്ക്. ഇവിടെ നാട്ടിലുള്ള ചക്കയും മാങ്ങയൊന്നും ആർക്കും വേണ്ട, എല്ലാം വെറുതെ ചീഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. തൈ നടാൻ വേണ്ടി കൈക്കോട്ടെടുത്ത് നേരെ തോട്ടത്തിലേക്ക് ഒഴിവുള്ള സ്ഥലം നോക്കി ഒരു കുഴിയെല്ലാം കുത്തിക്കൊടുത്തു. ബേബിയും ബോബിയും കൂടി തൈ നട്ടു കേട്ടോ. ബോബി മണ്ണ് മാന്തിയിടുന്ന കാഴ്ചയാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇനി എന്നാലും 4 തൈകൾ ബാക്കിയുണ്ട്. അത് അച്ഛൻ വന്ന് നടും. അതിലൊരു കാരണമുണ്ട്, ബാക്കി നാളെ.